നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ടിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വർക്കൗട്ടിനെ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെച്ചിങ്ങും എന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം? വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിലൊക്കെ ടൈറ്റ് ആവും, അതേപടി നമ്മൾ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ പല പഠനങ്ങളും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്, വർക്കൗട്ട് കഴിഞ്ഞ് സ്ട്രെച്ചിങ് ചെയ്താൽ നമ്മുടെ മസിലൊക്കെ ടൈറ്റ്നസ് മാറുകയും നോർമൽ പൊസിഷനിലേക്ക് പെട്ടെന്ന് വരാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചിന്തിക്കും, അതുകൊണ്ട് എന്താണ് കാര്യം, അല്ലെങ്കിൽ എന്താണ് മെച്ചം? ഒട്ടുമിക്ക ആളുകൾക്കുള്ള പ്രശ്നമാണ് വർക്കൗട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് അതേ മസിലിന് വേദന അനുഭവപ്പെടുന്നത്. എന്നാൽ മികച്ച രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മസിലുകളിലെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുകയും അങ്ങനെ റിക്കവറി പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ മസിലിൻ്റെ വേദന പെട്ടെന്ന് മാറും. കൂടാതെ അടുത്ത ദിവസം വർക്കൗട്ട് ചെയ്യാൻ നമ്മളെ കൂടുതൽ ഈസിയാകും. പിന്നെ ഇതിൻ്റെ മറ്റൊരു മെച്ചമാണ് ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ആകുന്നുണ്ട്. ഒരു സ്ട്രോങ് ബോഡി ബിൽഡ് ചെയ്യണമെങ്കിൽ വർക്കൗട്ട് മാത്രം പോരാ, സ്ട്രെച്ചിങ്ങും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ട്രെയിനർ നിങ്ങൾക്കിത് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ട്രെയിനറോട് ഇത് ചോദിക്കുക. ഞങ്ങളുടെ മേപ്പാടിയിലുള്ള MJ ഫിറ്റ്നസ് സെൻ്ററിൽ എല്ലാ ക്ലയൻസിനും ഞങ്ങളിത് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ആഴ്ചയിൽ ഒരു ദിവസം ഫുൾ ബോഡി സ്ട്രെച്ചിങ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ആരോഗ്യമുള്ള ശരീരത്തിന് ഹാർഡായി ട്രെയിൻ ചെയ്യണം, സ്മാർട്ടായി ട്രെയിൻ ചെയ്യണം. സ്ട്രെച്ചിങ് സ്കിപ്പ് ചെയ്യാനേ പാടില്ല.